അർജൻറ്റീന ടീമിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്ക്വാഡ് ഡീറ്റെയിൽസാണ്. ഗോൾ കീപ്പർമാർ, ഡിഫൻഡർമാർ, മിഡ്ഫീൽഡർമാർ, സ്ട്രൈക്കർമാർ. ഇതിലെ പല പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സെർജിയോ റൊമേറോ, നിക്ലാസ് ഒട്ടമെൻഡി, ഇവാൻ സെബസ്റ്റ്യൻ വെറോൺ, ഹേവർ മെസ്ക്രാനോ, ഏഞ്ചൽ ഡി മറിയ, ഹേവർ പെസ്റ്റോറെ. സ്ട്രൈക്കർമാർ ലയണൽ മെസ്സി, ഗോൺസാലോ ഹിഗ്വിൻ, കാർലോസ് ടെവസ്, ഡിയേഗോ മിലീറ്റോ, സെർജിയോ അഗ്വേറോ. മറ്റ് പ്ലെയേഴ്സിൻ്റെ നെയിമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവാൻ സെബസ്റ്റ്യൻ വെറോൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പന്ത് തട്ടിയിട്ടുണ്ട്. ഹേവർ മെസ്ക്രാനോ ബാർസലോണയിലെ എക്കാലത്ത് മികച്ച കളിക്കാരനാണ്. ഏഞ്ചൽ ഡി മറിയ ബെൻഫിക്ക, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, പിന്നെ യുവെൻറ്റസ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം പന്ത് തട്ടിയിട്ടുണ്ട്. ലയണൽ മെസ്സി ബാർസലോണ, PSG, ഇന്റർ മയാമിക്കാണ് നിലവിൽ കളിക്കുന്നത്. ഗോൺസാലോ ഹിഗ്വൈൻ യുവെൻറ്റസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, റയൽ മാഡ്രിഡ്. പിന്നെ AC മിലാൻ, ചെൽസി കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ഓർമ്മ ശരിയാണ്. കാർലോസ് ടെവസ് മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, യുവെൻറ്റസ്. ഡിയേഗോ മിലിറ്റോ 2010 UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബയേൺ മ്യൂണിക്കിനെതിരെ ഗോൾ നേടിയ താരമാണ്. അപ്പോൾ ആ ടൈം ഇന്റർ മിലാൻ ക്ലബ്ബിൽ അംഗമായിരുന്നു. സെർജിയോ അഗ്വേറോ അത്ലറ്റിക്കോ മാഡ്രിഡിലെ ഫേമസ് പ്ലെയറാണ്. അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റി, അങ്ങനത്തെ ഓരോ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ഇത് തൊട്ട് നോക്കുന്ന അവർ ടീമിൻ്റെ ഏകദേശം പൊസിഷനും പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസും പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് പ്ലെയർ ഉള്ളത്. റൊമേറോ, ഒട്ടമെൻഡി, ഡെമിഷെലിസ്, ബുർദിസോ, ഹെയ്ൻസ്, മാക്സി റോഡ്രിഗസ്, മാസ്ക്രാനോ, ഡി മറിയ, മെസ്സി, ടെവസ്, ഹിഗ്വൈൻ. ഇത് ലയണൽ മെസ്സിൻ്റെ ഒരു ഫോട്ടോ ആണ്, മാച്ച് ടൈമുള്ള ഫോട്ടോ. ഇത് ഗോൺസാലോ ഹിഗ്വൈൻ. ആരൊക്കെയാണ് ഗോൾ നേടിയ കളിക്കാർ അർജൻറ്റീനയ്ക്ക് വേണ്ടി 2010 ഫിഫ ലോകകപ്പിൽ ആരൊക്കെയാണ് ഗോൾ നേടിയത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. അർജൻറ്റീനയുടെ ടീമിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ അർജൻറ്റീനയുടെ ഐവർ സംഘം എന്ന് പറഞ്ഞിട്ട്, അതായത് സ്ട്രൈക്കർമാരൊരു തേരോട്ടം തന്നെയാണ് സ്ക്വാഡിലുള്ളത്. ആ പേരുകൾ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്ന് വിചാരിക്കുന്നു. കാർലോസ് ടെവസ്, സെർജിയോ അഗ്വേറോ, ലയണൽ മെസ്സി, ഗോൺസാലോ ഹിഗ്വൈൻ, ഡിയേഗോ മിലീറ്റോ. അപ്പോൾ ആ ടൈം അവർ ക്ലബിനും നാഷണൽ ടീമിനും വേണ്ടി അടിച്ച ഗോളുകളും കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. 2010 ടൈം ഉള്ളപ്പോഴുള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഇതിൽ പല പ്ലെയേഴ്സ് ഇപ്പോൾ ഒന്നിക്കിൽ റിട്ടയർഡ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ടൈമിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. ഇത് മാർട്ടിൻ ഡെമിഷെലിസ് പ്ലെയറാണ്. ഇത് അർജൻറ്റീനയുടെ എക്കാലത്തെ ഒരു ഗ്രേറ്റസ്റ്റ് പ്ലെയർ തന്നെ പറയാം, റിക്വൽമാൻ. ഇത് സെർജിയോ റൊമേറോ, അവരെ ഗോൾ കീപ്പർ, 2010 സ്ക്വാഡിലെ ഗോൾ കീപ്പർ. അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ഫ്രാൻസിൻ്റെ ഒരു ചെറിയ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും. 2010 ലോകകപ്പ് ടൈം ഫിഫ റാങ്കിങ് 9, റെഡ് ക്യാപ്റ്റൻ തിയറി ഹെൻറി, കോച്ച് റൈമൺ ഡൊമിനിക്കാണ്. അപ്പോൾ 2010 പേപ്പർ കട്ടിങ് പ്രകാരം ഒരു തവണ ചാമ്പ്യന്മാരായിട്ട് 2010 ടൈമാണ്. 1998, പിന്നെ 2006 റണ്ണറപ്പ് ആയിട്ടുണ്ട്. ഇത് ആ ടൈമിൻ്റെ ഡീറ്റെയിൽസാണ്. ഇതിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നത് ഗോൺസാലോ ഹിഗ്വൈൻ്റെ ഒരു ഫുൾ ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ്. തൊട്ട് താഴെ ഗബ്രിയൽ ഹെയ്ൻസ്, 6-ാം നമ്പർ ജേഴ്സി ധരിച്ചിരിക്കുന്ന പ്ലെയർ ഗബ്രിയൽ ഹെയ്ൻസ്. തൊട്ട് വലത്തെ സൈഡിലുള്ള 2 പ്ലെയർ ഇത് കാണാം. അതിൽ ഒരാൾ മുഖം അങ്ങനെ വ്യക്തമല്ല. ഒരാൾ ഗോൺസാലോ ഹിഗ്വൈനാണ്, മറ്റേ ആൾ കാർലോസ് ടെവസാണ്. അർജൻറ്റീന ടീമും മികച്ച 2 സ്ട്രൈക്കർമാരെന്ന് പറയാം നമുക്ക്. കാർലോസ് ടെവസും ലയണൽ മെസ്സിയും. അവരെ ഡീറ്റെയിൽസ്, അതായത്
ഗോൾ സ്കോറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഗോൾ 1, ഗോൾ 2, ഗോൾ 3, പിന്നെ തൊട്ട് മുകളിലെ ലയണൽ മെസ്സിൻ്റെ തന്നെ ഒരു ഫോട്ടോ. പിന്നെ തൊട്ട് അടുത്ത പേജിൽ ഗോൾ നമ്പർ 4, ഗോൾ നമ്പർ 5 എന്നൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഈ ഗോളിൻ്റെ ഈ ഫോട്ടോ കാണുന്നത് ഇത് അവരുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൗത്ത് കൊറിയൻ്റെ കൂടിയാണ് ഗ്രൂപ്പ് മാച്ച് ഉണ്ടായത് ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ആ ഗോള് വന്ന വഴിയും അത് എങ്ങനെയൊക്കെയാണ് അർജൻറ്റീന മാച്ചിൽ പെർഫോം ചെയ്തത്, പ്രകടനം നടത്തിയത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി അടുത്ത ടീം എന്ന് പറഞ്ഞാൽ നൈജീരിയൻ്റെ ഒരു താരത്തിൻ്റെ ഫോട്ടോ ആണ് താഴെ കാണുന്നത്. ഡാനി കേറ്റ എന്ന് പറഞ്ഞിട്ട് നൈജീരിയയ്ക്ക് വേണ്ടി ആരൊക്കെ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ മറ്റൊരു കളിക്കാരനാണ് ഒബാഫെമി മാർട്ടിൻസ്. പിന്നെ നൈജീരിയൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആ ടീമിൽ തന്നെ ഒരു സൂപ്പർ ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു, വിൻസെൻറ്റ് എനിയമ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. അർജൻറ്റീനയ്ക്കെതിരെ നല്ല മികച്ച രീതിയിലുള്ള പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നൈജീരിയ ടീമാണ് ഇപ്പോൾ കാണുന്നത്. നൈജീരിയ ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സമ്മറി, ആ ടീമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും, അവരെ കരുത്ത് എന്താണ്, ദൗർബല്യം എന്താണ്, നോട്ടബിൾ പ്ലേയേഴ്സ്, ശ്രദ്ധിക്കേണ്ട താരങ്ങൾ അതൊക്കെയാണ് ഉള്ളത്. ശ്രദ്ധിക്കേണ്ട താരങ്ങളിൽ ഇങ്ങനെ കുറച്ച് പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒദംബിങ്കി മാർട്ടിൻസ്, ഇക്കേചുക്കു ഉച്ചെ, അങ്ങനെയൊക്കെ. ഇനി തൊട്ട് താഴെയായിട്ട് കാണുന്ന സൗത്ത് കൊറിയ ടീമിൻ്റെയാണ്. അപ്പോൾ അവരൊരു ഫോട്ടോ കാണുന്നത്. ഗ്രീസിനെതിരെ അവർ പാർക്ക് ജീസും എന്ന സൗത്ത് കൊറിയൻ പ്ലെയർ ഗോൾ നേടുന്നതിൻ്റെ ഫോട്ടോ ആണ് ഉള്ളത്. പിന്നെ ആ പ്ലെയറിനെ പറ്റിയിട്ടുള്ള തന്നെ ഒരു ഷോർട്ട് ഹിസ്റ്ററി, ചെറിയൊരു ഇൻട്രോ, അതായത് കളിക്കാരൻ്റെ പ്രത്യേകത എന്നാണ്, ഏത് ക്ലബിനാണ് കളിക്കുന്നത്, അങ്ങനെയൊക്കെയാണുള്ളത്. തൊട്ട് മുകളിൽ അവരെ ദക്ഷിണ കൊറിയ ടീം, അതായത് സൗത്ത് കൊറിയ ടീമിൻ്റെ എന്താണ് അവരെ സ്പെഷ്യാലിറ്റി, എന്തൊക്കെയാണുള്ളത്. പിന്നെ തൊട്ട് ഇപ്പുറം അവരെ ചില പ്ലെയേഴ്സിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. പാർക്ക് ജീസുങ്, ഇത് ലീ ജുങ് സോ, ഇതന്നെ പാർക്ക് ജീസുങ്ങിൻ്റെ വേറൊരു ഫോട്ടോ ആണ്. അപ്പോൾ ഇത് സൗത്ത് കൊറിയൻ്റെ നൈജീരിയൻ്റെ ഒക്കെ ടീമിൻ്റെ ഏകദേശം ഐഡിയ. ഇത് ഗ്രീസാണ്, ഗ്രീസ് ടീം. അപ്പോൾ ഇതവരെ ഫുൾ സ്ക്വാഡിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ കോച്ച് എന്ന് പറയുന്നത് ഒട്ടോ റെഹാഗറാണ് കോച്ച്. അപ്പോൾ ആ ടൈം ഒരു പ്ലെയറിൻ്റെ ഫോട്ടോ ആണ്, വസീലീസ് എന്ന് പറഞ്ഞിട്ട്. ഫുൾ പേരെന്താണ് അറിയില്ല, അത് പേപ്പറിൽ കണ്ട ടൈം അങ്ങനെ മുറിച്ച് ഒട്ടിച്ച് വെച്ചതാണ്, വസീലീസ്. പിന്നെ വേറൊരു നോട്ടബിൾ പ്ലെയറാണ് കാർഗുൻസ്. മൊത്തം പേര് ജിയോർഗോസ് കാർഗുനിസ് എന്നാണ് പേര്, ഫുൾ പേര്. ഗ്രീസിൻ്റെ മെയിൻ നോട്ടബിൾ പ്ലെയറാണ്. തൊട്ട് താഴെ ഇംഗ്ലണ്ട് ടീമിൻ്റെ ഒരു ഇൻട്രോ. ആ ടൈം ഫിഫ റാങ്കിങ് 8ാം റാങ്കാണ് ഉണ്ടായത്, യൂറോപ്യൻ മേഖലയാണ്. കോച്ച് ഫാബിയോ കെപ്പല്ല, ക്യാപ്റ്റൻ സ്റ്റീവൻ ജെറാർഡ്. പിന്നെ ഇംഗ്ലണ്ടിൽ അധിക കളിക്കാരെല്ലാവരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മറ്റ് ലീഗുകളെല്ലാം കളിക്കുന്നുണ്ട്. ഏകദേശം എല്ലാവർക്കും ആ ടൈമിലുള്ള കളിക്കാരെ പേരെല്ലാം ഏകദേശം എല്ലാവർക്കും ഒരു ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഗോൾ കീപ്പർമാരിൽ ഡേവിഡ് ജെയിംസ്, റോബർട്ട് ഗ്രീൻ, ജോ ഹാർട്ട്. ഡിഫൻഡർമാരിൽ നോക്കിയാൽ ഗ്ലെൻ ജോൺസൺ, ആഷ്ലി കോൾ,
മൈക്കൽ ഡോസൺ, ജോൺ ടെറി. പിന്നെ മിഡ്ഫീൽഡറിൽ സ്റ്റീവൻ ജെറാർഡ്, ആരോൺ ലെൻ, ഫ്രാങ്ക് ലാംബാർഡ്. അപ്പോൾ ഇനി അടുത്ത ടീം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്മോൾ ഗ്ലിംസും, അതായത് ചെറിയൊരു ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളൊരു പേപ്പർ കട്ടിങ് ഇത് ഇംഗ്ലണ്ട് ടീമിൻ്റെ. അപ്പോൾ 2010 ലോകകപ്പ് ആ ടൈം എന്താണ് ആ ടീമിൻ്റെ അവസ്ഥ മൊത്തത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്. ഇത് ഇംഗ്ലണ്ട് തന്നെ ആ ടീമിൽ ഒരു നല്ല കളിക്കാരനാണ് തിയോ വാൽക്കോട്ട്. ഇത് മറ്റൊരു കളിക്കാരൻ. ഇത് ആ ടീമിലെ ഗോൾ കീപ്പർ. ഇത് എന്ന് വെച്ചാൽ USA കൂടിയാണ് ഫസ്റ്റ് ഗ്രൂപ്പ് മാച്ച് ഉണ്ടായതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ടൈമിൽ USA ടീം ഗോൾ അടിച്ച സമയത്ത് അങ്ങനത്തെ ഒരു ഇത് കാണുന്നതാണ്.